ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കാൻ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും കോഴിക്കോട് പോവാണ്. അപ്പോൾ അതായത് നമ്മൾ സ്കൂൾ വിട്ടിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂൾ യൂണിഫോമിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തലകെട്ടിലൊക്കെ ഞാൻ സാധാരണ 2 ഭാഗത്തൊക്കെ ആയിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ചളകൊളാന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്തായാലും മാറ്റാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ യൂണിഫോമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഷൊർണൂർ എത്തി. ഷൊർണൂർ അവിടെ നിന്ന് ഞങ്ങൾ ഫോണിലൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് 1/4 മണിക്കൂറും അരമണിക്കൂറൊക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഏകദേശം 5 മണിയാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറയുന്നത് 7:45 ഇനി ട്രെയിൻ ഉള്ളതെന്ന്. ഇനിയിപ്പോൾ എന്തായാലും തൃശ്ശൂർ പോയി കേരളമൊന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ സമയം കൊണ്ട് ഫുഡ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ മേടിച്ചത് മസാല ദോശയും അതേപോലെ മേടിച്ചത് ഗീ റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇമ്മാതിരി വലിയ മസാല ദോശയും ഗീ റോസ്റ്റും കാണുന്നത്. പിന്നെ ഞാൻ ഈ ഒരു പുറത്ത് സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും എപ്പോഴും കഴിക്കുന്ന മസാല ദോശയാണ്. ഞാൻ ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടും കഴിക്കാൻ തോന്നാറ് മസാല ദോശയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ട്രെയിൻ കയറി അവസാനം ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ വിചാരിച്ചത് അമ്മയൊക്കെ പറഞ്ഞു ഞങ്ങൾ 6:30 ആകുമ്പോഴേക്ക് എത്തും, കാരണം അത്രയും നേരത്തേന് ഞങ്ങൾ ഇറങ്ങിയത് 6:30 ആകുമ്പോഴേക്ക് എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ 12 മണിയായി. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു കുറച്ച് നേരം ഒരു 3 മണി 2:30 ആകുമ്പോഴേക്കായിരിക്കും തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. എനിക്ക് രാത്രി ഉറക്കമേ വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ കിടന്നപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ 2:30 3 മണിയാകുമ്പോഴേക്ക് മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഇപ്രാവശ്യം ചെയ്തത് ഗ്ലാസ് മേക്കപ്പ് ആയിരുന്നു. അതെനിക്ക് കുഴപ്പമില്ലാണ്ട് ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവസാനമാണ് പിന്നെ ഞങ്ങൾ തല കെട്ടിയത്. ആദ്യം മുഖമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മുടി എപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഞാൻ എൻ്റെ ഇതിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മുടി എപ്പോഴും ഫ്രണ്ടിലായിരിക്കും, എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതെങ്ങനെ പിടിച്ച് കെട്ടിയാലും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എണ്ണ തേക്കാൻ പറ്റാത്തതുകൊണ്ട് ഷാമ്പു ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഒരു കാലത്ത് ഞാൻ ഷാമ്പു കിട്ടി ശരിക്കും കരിങ്കാളിയായ ലുക്കായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുടിയൊക്കെ കുറഞ്ഞു. ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മുടിയൊക്കെ. അത് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലെങ്ത്തും അതേപോലെ നല്ലോണം കട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെറുതായി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്ര ഷാമ്പു ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് മുടി. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അമ്മ പറയുമായിരുന്നു പഴയ പോലെയല്ല, നല്ലോണം കട്ടി കുറഞ്ഞിട്ടുണ്ട് മുടി എന്നൊക്കെ. അപ്പോഴും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അമ്മ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും പോയപ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും മൊത്തത്തിൽ കട്ടി കുറഞ്ഞെന്ന് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ എൻ്റെ ആസ്ഥാന വള്ളി ഇടലായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആയിരുന്നു നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ അവസാനം സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളത് എല്ലാം കഴിഞ്ഞ് അവസാനം ഈ ഒരു മേക്കപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു 5-6 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പും തലകെട്ടിലൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങളത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവസാനമായിട്ടാണ് ഞങ്ങൾ ആ ഗ്ലാസ് മേക്കപ്പിൻ്റെ മെയിൻ സാധനം ഇട്ടത്. ആ സാധനം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് ഞാൻ വേർതിരിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക സാധാരണ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ കയറി സ്ഥലം വിട്ടു. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദൂരം വണ്ടി വന്നു. പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കാറ് വരാൻ പറ്റത്തില്ലായിരുന്നു, കുഞ്ഞു വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടന്ന് അങ്ങനെ എനിക്ക് തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹീൽസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അധികം ഹീൽസ് ഇട്ട് അങ്ങനെ ശീലമില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വരുന്ന വഴിക്ക് നല്ലോണം ദൂരമുള്ള പോലെ തോന്നി ആദ്യം. പിന്നെയാണ് ഞാൻ വരുന്ന സമയത്താണ് ഞാൻ ഷൂട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ഉള്ള ദൂരം. അങ്ങനെ ഞാൻ പാവടയൊക്കെ പൊക്കി അവസാനം ഞങ്ങൾ അവിടെ ചെറുതായി മഴ പെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചെറിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അവിടെയൊക്കെ ചാടിക്കിടന്ന് ഞങ്ങളതേ പ്ലേസ് എത്തിയപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ ഷൂട്ട് എടുക്കുന്ന ലൊക്കേഷൻ വന്നിട്ട് കരിയത്തമ്പാറ കോഴിക്കോടാണ്. നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും നല്ല മലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ പാലക്കാടിലധികം മലയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ വരുമ്പോഴാണ് ആകെ മലയൊക്കെ നേരെ കാണുന്നത്. പിന്നെ പുഴയായിരുന്നു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് പുഴയാണെന്നേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് ഞങ്ങളങ്ങനെ അവസാനം ആ ഒരു പ്ലേസിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സൈഡിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞാൻ പുഴ വീഴുമെന്ന് വിചാരിച്ചു, പക്ഷെ വീണില്ല.
എനിക്കത് കാണുമ്പോൾ ഭയങ്കര ചൂടാണ് ശരിക്കും. ഇതിപ്പം ഏകദേശം ഒരു 7-8 മണി അത്ര ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും നട്ടുച്ചമാരി ഇട്ടായിരുന്നു കാണാനായിട്ട്. ഫോണിൽ കാണുമ്പോൾ ശരിക്കും അത്രയൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പോഴായിരുന്നു എൻ്റെ മേലിൽ ഫുള്ള് ടാൻ അടിച്ചിട്ട് ഈ ശരിക്കും കറുത്തുമായി. പിന്നെ അവരെന്തെങ്കിലും പോസൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാൻ അതേപോലെയൊക്കെ നിന്ന് കൊടുത്ത് പോസ് ചെയ്യാനായിട്ട്. അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എവിടെ നിന്നാണ്. അപ്പോൾ ഇത് കസിയ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ അവൻ്റെ ഷൂട്ടിങ് തന്നെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്തൊക്കെയൊക്കെ കാണിച്ചു കൊടുത്ത് അവസാനം ഞങ്ങളത് ഇരുത്തി. അങ്ങനെ എന്തൊക്കെയൊക്കെ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇരുത്തിയത്, കാരണം ഡ്രസ്സിൽ ചളിയാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അവസാനം പോകുമ്പോൾ എന്തായാലും നല്ലോണം ചളിയായി, കാരണം വെള്ളയായിരുന്നു പകുതി തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ കളറൊന്നുമല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ് ശരിക്കും ഡ്രസ്സിൻ്റെ കളറ് വന്നത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ പോലെയൊക്കെ നിന്ന് കൊടുത്ത് അവസാനം ഞങ്ങൾ ചെണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊട്ടണമെന്നൊക്കെ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയി നിന്ന് കൊടുക്കൽ മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ പറഞ്ഞു തന്നാൽ കുറച്ച് പോസും അതേപോലെ എൻ്റെ കയ്യിൽ നിന്നിട്ട് കുറച്ച് പോസൊക്കെ കൂടിയിട്ട് ഞാനവിടെ എന്തൊക്കെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തത് ഫോട്ടോ ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ റീൽസിലേക്ക് കടന്നത്. ഞാനിവിടെ 3 എണ്ണമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞതും കൂട്ടി ഞാൻ 4 എണ്ണം അവിടെ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ആ സൈഡിലൊക്കെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫോട്ടോസൊക്കെ. പിന്നെ നമ്മളിത് കണ്ണാടിയൊക്കെ വെച്ച് നമ്മളത് ഡാൻസിലേക്ക് കടന്നു. ഇതിന് ഞങ്ങൾ കണ്ണാടി വേണമെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ ഞങ്ങളെടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ കണ്ണാടി ഇടാൻ പറ്റി. പിന്നെ എൻ്റെ കൈ വേന ഞാൻ എവിടെയും കൊണ്ട് ഇടിച്ചതിന് ശേഷം എൻ്റെ കൈ വേന, എനിക്ക് കൈ നല്ല വേന ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ തലേ ദിവസം വരെ എനിക്ക് കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയമായപ്പോഴേക്കും എനിക്ക് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് മാറിയ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു കൈവേദന കാരണം എനിക്ക് നേരെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് മൊത്തം തെറ്റി പോകായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും തെറ്റിക്കുന്നത്. ഞാൻ ഫുള്ള് തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് സങ്കടം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഇത് ഞാൻ നേരെ തെറ്റിക്കാതെ കളിച്ചായിരുന്നു. പക്ഷെ ആ സമയത്താണ് എൻ്റെ കണ്ണാടി ഉരുപ്പോയത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ അവസാനം ഞങ്ങൾ ചരടൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ട് ആ കണ്ണാടി ഡാൻസ് ഒന്ന് ഫിനിഷ് ചെയ്ത് പിന്നെ നമ്മൾ 2, 3, 4 കളിച്ച് അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നേരെ വീട്ടിൽ പോയി വേറെ ഫോട്ടോസൊന്നും എടുക്കാൻ തന്നില്ല. പിന്നെ ഒരു ആപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു അവർ കഴിക്കാനായിട്ട്. അങ്ങനെ അത് ഞാൻ ആർക്കും കൊടുക്കാണ്ട് സ്വന്തമായിട്ട് തന്നെ ഞാൻ കഴിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് പോകണമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിലേക്ക് എത്തണമെന്ന്. അങ്ങനെ കാറിൽ കയറി അവസാനം ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ഞാൻ ഇടയ്ക്ക് ഉറങ്ങാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവസാനം ഞങ്ങളത് ഇവിടെ നേരെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ആ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പം ഇവിടെ നേരെ വീട്ടിൽ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിൽ പോയപ്പോൾ അത്ര സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, 8 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.